വലിയൊരു പ്രതിസന്ധി സാധാരണക്കാരായ മനുഷ്യരിലേക്ക് വരുന്നു. ഉദാഹരണമായിട്ടാണ് ഈ എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്തുള്ള മുനമ്പം, ചെറായി, പള്ളിപ്പുറം പ്രദേശങ്ങളിലുള്ള 610ഓളം കുടുംബങ്ങളെ വളരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇപ്പോഴ് JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അവർ ജനങ്ങൾക്ക് നീതിപൂർവമായിട്ടുള്ള വിധത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശുപാർശകൾ നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. നമുക്ക് ഈ മുനമ്പം, ചെറായി, പള്ളിപ്പുറം പ്രദേശങ്ങളിലുള്ള ആ 610ഓളം കുടുംബങ്ങളുടെ അവസ്ഥയിലെടുക്കാം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നാമ്പുറ ചരിത്രം 1905 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഒരു സത്താർ സേഠുവിന് 404 ഏക്കർ പാട്ടത്തിന് കൊടുത്തിരുന്നു. അത് കൂടുതലും കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്ഥലം കൊടുത്തത്. പക്ഷേ ആ 404 ഏക്കറിൽ നിന്ന് കടൽക്ഷോഭം കൊണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളും അത് കടൽ വെച്ച് എടുത്തുകൊണ്ട് പോയെങ്കിലും ഇപ്പോഴുള്ള 414 ഏക്കർ സ്ഥലം 1950 ഈ സേഠുവിൻ്റെ പിൻഗാമി സത്താർ സേഠു അത് രജിസ്റ്റർ ചെയ്ത് എടുക്കുകയും പിന്നീട് ഫറൂഖ് കോളേജിന് ഇഷ്ടദാനമായിട്ട്, ഗിഫ്റ്റായിട്ട് നൽകുകയും ചെയ്തു. ആ സ്ഥലം ഫറൂഖ് കോളേജിൽ നിന്നാണ് ഈ കുടുംബങ്ങൾ, അതായത് ഇപ്പോഴുള്ള ആ കുടുംബങ്ങളിലെ അവരുടെ പൂർവികർ പണം കൊടുത്ത് ആ പറമ്പ് സ്വന്തമാക്കി വാങ്ങിച്ചതും രജിസ്റ്റർ ചെയ്തതും അത് അവിടെ ഭവനങ്ങൾ പണിത് താമസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 1950കളിൽ എടുത്ത് സ്വന്തമാക്കിയ ആ സ്ഥലം വഖഫ് ബോർഡ് വരുന്നത് തന്നെ 1954 പിന്നീടാണ് വരുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലും അവർക്ക് അതിനൊരു ക്ലെയിം ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല. കാരണം വഖഫ് ബോർഡ് വരുന്നതിന് മുൻപ് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് ആ പണം കൊടുത്ത് സ്വന്തം പേരിൽ എഴുതി വാങ്ങിച്ച, എടുത്ത് വാങ്ങിച്ച സ്ഥലവുമാണ് ഇപ്പോഴ് വഖഫ് ബോർഡ് അത് അവകാശം ഉന്നയിക്കുന്നത്. ഇവിടെ ഒരു നീതി നിഷേധം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ നിയമത്തിൻ്റെ അമെൻമെൻ്റ് അനുസരിച്ച് ഏതെങ്കിലും വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിന് പരാതി ഉണ്ടെങ്കിൽ അതിന് അപ്പീൽ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൽ തന്നെയാണ്. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഏത് പൗരനും നിയമാനുസൃതമായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതികളെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഇവിടെ നിഷേധിക്കുന്നു. മാത്രമല്ല, വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ കൈമാറാനോ വിൽക്കാനോ ഉള്ള അധികാരമില്ല. കാരണം അത് അപ്രകാരമാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് ഇവിടെ ഇവർക്ക് സ്വന്തമാക്കിയിട്ടുള്ള ആ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്, നീതി നിഷേധമാണ്, പൗരാവകാശത്തിന് എതിരാണ്. അതുകൊണ്ട് ഒന്ന്, ഈ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി പരിശോധിക്കണം. അവിടെ ഒരു വിധത്തിലും നീതി നിഷേധമില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. 2, സാധാരണക്കാരായ പൗരൻ്റെ നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. ഭരണഘടന അനുശാസിക്കുന്ന അവകാശം ഓരോ പൗരനും ലഭിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതാണ് എനിക്ക് ഈ കാര്യത്തെപ്പറ്റി പ്രത്യേകമായിട്ട് പറയാനുള്ളത്.